നമുക്ക് ഈ സിനിമകളൊക്കെ കണ്ട് ഇൻസ്പയർഡായി നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ട് ഇൻസ്പയറായ ഒരു സിനിമയാണോ ഈ ഹൗ ഓൾഡ് ആർ യു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൃഷി ചെയ്യണം, കൃഷി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ കണ്ട് അങ്ങനെ ഞാൻ ആ സിനിമ കണ്ടത് പിന്നെ എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നെയാണ് ആ സിനിമ ഇറങ്ങുന്നതും കാണുന്നതൊക്കെ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ കുറേ ഗ്രോ ബാഗിലായിട്ട് പച്ചക്കറിയൊക്കെ വെച്ചു. അതൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ച് നല്ല രീതിയിൽ എനിക്ക് കുറേ പച്ചക്കറികളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അത് ഞാൻ കുറച്ച് നാളൊക്കെ ചെയ്ത് പിന്നെ പഠിത്തത്തിൻ്റെയും ജോലിയുടെയൊക്കെ തിരക്കിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഈ ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് ഞാനിപ്പോൾ വിചാരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പച്ചക്കറി തൈകളൊക്കെ വെക്കണതും. അപ്പോൾ ഇങ്ങനെ ഓരോ തൈയിലൊന്നും ഇങ്ങനെ പച്ചക്കറിയെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട്. അപ്പോൾ ഇതാ ഇന്ന് വൈകുന്നേരം ഞാൻ ഇറങ്ങി അതൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്തതാണേ. തക്കാളിയൊക്കെ എന്നിട്ട് മാറ്റിയൊക്കെ വെച്ച് കുറച്ച് വെയിലൊക്കെ കൊള്ളുന്ന ഭാഗത്തേക്ക് മാറ്റിയൊക്കെ വെക്കുകയാണ്. പിന്നെ ഒരു തക്കാളിക്ക് ഇത്തിരി സപ്പോർട്ട് കുറവുണ്ടായിരുന്നു. അതിങ്ങനെ നീണ്ടു പോയിട്ടേ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും വടിയെ കുത്തി വെക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഇതാ പറമ്പിൽ നിന്നൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കുത്തി വെച്ച്. പിന്നെ എനിക്ക് കിട്ടിയ ചീരയൊക്കെ പാകാനായിട്ട് മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുക്കണം. അതിന് ഇതാ കുമ്മായൊക്കെ ചേർത്ത് ഞാൻ മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നേരത്തെ ഇരുന്ന ഗ്രോ ബാഗിൽ ഇരുന്ന പച്ചക്കറികളുടെ നമ്മുടെ അതൊക്കെ മാറ്റിയിട്ട് ആ അച്ചിങ്ങയൊക്കെ നേരത്തെ വെച്ചിരുന്നില്ലേ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ആ മണ്ണൊക്കെ എടുത്തിട്ടാണ് അവിടെ ഞാൻ ഈ വളമൊക്കെ ഇട്ട് നേരത്തെ ആദ്യമേ കാണിച്ചില്ല അതൊക്കെ ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ചീരക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ റെഡിയാക്കുകയാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ചീരവിത്ത് പാകി ഇങ്ങോട്ടേക്ക് പറിച്ച് നടാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ്. അപ്പോൾ എന്നെ സഹായിക്കാൻ എന്താ കമ്മണിയും ഏട്ടനും ഒക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് വൈകുന്നേരം അത് ചെയ്തത്. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.